കോൺഗ്രസിൽ നിന്ന് തഴയപ്പെട്ടത് മാറി BJP-യിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി വെളിച്ചം കിട്ടിയതുപോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കൊരു ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യവും പിന്നെ സ്ത്രീകളോട് കുറച്ചും കൂടിയും റെസ്പെക്റ്റായിട്ട് പെരുമാറുന്ന ഒരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം. ജോലി ചെയ്യാൻ അത് ഒരു കംഫർട്ട് നമുക്ക് വേണം ഏതിൽ. അതെനിക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. മനസ്സിന് സന്തോഷമുണ്ട്. പലരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഓ ചേച്ചിയുടെ മുഖത്തെ ടെൻഷനൊക്കെ മാറി ഇപ്പോൾ ഹാപ്പി ആയിരിക്കണം. ഞാൻ പറഞ്ഞു അതാണ് ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു ഞാൻ. ഈ പക്ഷെ BJP-യിലേക്കുള്ള ഈ മാറ്റത്തിനെ ആളുകൾ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു, ഈ തീരുമാനത്തെ. ആ തീരുമാനം എടുത്തതിൻ്റെ തലേദിവസം രാത്രി പത്മജ വേണുഗോപാൽ എന്ന വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നുപോയത് എന്തൊക്കെയാണ്? ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാനിത് കുറേ നാളുകളായിട്ട് പാർട്ടിയെ വേണ്ട, കോൺഗ്രസും വേണ്ട, രാഷ്ട്രീയം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിരുന്നു. കാരണം ഈ തൃശ്ശൂരത്തെ എൻ്റെ തോൽവി കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടു. 900 വോട്ടിന് അത് ചെയ്തത് കോൺഗ്രസ്സുകാരാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഞാൻ വല്ലാതെ തകർന്നു പോയി. ആദ്യം ഞാനിത് കേട്ടിരുന്നു ഇങ്ങനൊരു, പക്ഷെ അത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇതെനിക്ക് അനുഭവത്തിൽ കൂടെ വന്നു. ഞാനത് കാരണം ഇപ്രാവശ്യം നല്ലോണം ശ്രദ്ധിച്ചു ആരെ എവിടേക്ക് എന്താണെന്നൊക്കെ. അപ്പോൾ എനിക്ക് ആരൊക്കെയാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. പക്ഷെ അവർ കാലുവാരിയത് ആലോചിച്ചാൽ ഞാൻ ഇത്ര വോട്ടിനൊന്നുമല്ല തോക്കേണ്ടത്. പക്ഷെ തൃശ്ശൂരിലെ ജനങ്ങൾ, ഈ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ജനങ്ങൾ എന്നെ സഹായിച്ചുകൊണ്ട്, കാരണം ഞാൻ ഏത് കടയിൽ പോയാൽ പോലും അവർ പറയും, ചേച്ചി ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ വോട്ട് ചേച്ചിക്കാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയതാണ്. അപ്പം ഞാനും വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. അത്രയും പണിയെടുക്കുകയും ചെയ്തു. 10 കൊല്ലം ഞാൻ തൃശ്ശൂർ എന്നതിന് വേണ്ടി ജോലി എടുത്ത ആളാണ്. അത് കഴിഞ്ഞ് ആ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ മാനസികമായിട്ട് ഞാൻ തകർന്നു. പക്ഷെ എന്നിട്ടും ഞാൻ കോൺഗ്രസ്സിൽ തന്നെ തുടർന്നു. പക്ഷെ എന്നെ പുകച്ച് പുറത്ത് അടിക്കാൻ ഒരു വിഭാഗം ആൾക്കാർ, എല്ലാ കോൺഗ്രസ്സുകാരെയും ഞാൻ കുറ്റം പറയില്ല, അവിടുത്തെ ജനങ്ങളെയും ഞാൻ കുറ്റം പറയില്ല, കാരണം ഞാൻ തൃശ്ശൂരുകാരിയാണ്. അവരെല്ലാവരും കൂടി അപമാനിക്കുക, നമ്മളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരുമാതിരി കളിയാക്കിയുള്ള വർത്തമാനം പറയുക. അതൊരു എന്താ പറയുക, സംഘടിതമായിട്ടുള്ള, എനിക്ക് മനസ്സിലായി ഏതൊരു വിഭാഗത്തിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പലരോടും കംപ്ലൈൻറ്റ് പറഞ്ഞു, നേതൃത്വത്തിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. പക്ഷെ ആരും അത് കേട്ടില്ല. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പത്മജ വേണുഗോപാൽ എന്ത് സഹിച്ചും ഇവിടെ ചവിട്ടും കുത്തും കൊണ്ട് കിടന്നോളും. കാരണം കെ കരുണാകരൻ പാർട്ടി വിട്ട് പോയപ്പോൾ പോലും പോവാത്ത ആളാണ് ഞാൻ. അത് അത്രയും എനിക്ക് ഈ പാർട്ടിയോടൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ കുറേ നാളുകളായി, എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞൊരു 2.5-3 കൊല്ലത്തിലേശം പിടിച്ചു നിന്നു അതിൽ. പക്ഷെ തീരെ മുന്നോട്ട് പോകാൻ പറ്റാണ്ടായി. അല്ലാണ്ട് എനിക്കൊരു സ്ഥാനം കിട്ടാനോ, കാരണം സ്ഥാനങ്ങളൊക്കെ തരും ഇവർ, സ്ഥാനങ്ങൾ തരും എന്നല്ലാണ്ട് അത് എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇവരുണ്ടാക്കി തരില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതേമാതിരി എന്തെങ്കിലും എനിക്ക് അർഹതപ്പെട്ടത് വന്നാൽ പറയും അത് കെ മുരളീധരന് കൊടുത്തു, ആങ്ങളയ്ക്കും പെങ്ങളക്കും കൊടുക്കണ്ട, നല്ല ആൾക്കാരാണ് പറയണത്. ഈ പറഞ്ഞ മാതിരി ഇവിടെ എല്ലാ കുടുംബം മൊത്തം രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ് ഇത് പറയണത്. അപ്പോൾ അങ്ങനെയായപ്പോൾ എനിക്ക് തോന്നി മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യണതാണ് നല്ല കാര്യങ്ങൾ. അതിൽ 1-2 പേര് എന്നെ സഹായിക്കാനുണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ അവർക്ക് മുകളിൽ നിന്നുള്ള അനുവാദമില്ല അത് ചെയ്യും. കേരളത്തിലെ തന്നെ ആൾക്കാർ. അപ്പോൾ അവർ ഓരോ ഇതിനും എന്നെ ഇട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം KPC വൈസ് പ്രസിഡൻ്റായിരുന്ന എന്നെ പിടിച്ചിട്ട് നേരെ KPC എക്സിക്യൂട്ടീവിലേക്ക് ഇട്ടു. എന്ത് ഞാൻ തെറ്റ് ചെയ്തിട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞ വാക്കുകളും ഞാൻ അറിഞ്ഞു. അതായത് അവരവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഓരോന്നിനും ഇപ്പം നമ്മൾ എൻ്റെ ഒരു മണ്ഡലത്തിലെ പ്രസിഡന്റിനെ വെക്കാൻ പറഞ്ഞ ഒരു നേതാവ് പറഞ്ഞത്, ഈ സ്ത്രീക്ക് എല്ലാം വേണം, എല്ലാ സ്ത്രീക്ക് തന്നെ വേണം. 10-21 മണ്ഡലം പ്രസിഡന്റ്മാരെ കിട്ടിയ ഒരു നേതാവാണ് അവിടെ ഇരുന്ന് പറയണത്. ഞാൻ ഒരു മണ്ഡലം ചോദിച്ചതിന് ആ മണ്ഡലം പ്രസിഡന്റാച്ചാൽ എൻ്റെ ഇലക്ഷന് തീരെ ഇറങ്ങിയില്ല. ഞാൻ നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ വരില്ല, ഈ സിനിമയിലെ കാണാൻ കൈയൊക്കെ കിട്ടി ഞാൻ ഇതിൽ പോകുമ്പോൾ എന്നെ അങ്ങനെ നോക്കിയിട്ട് ഒരുമാതിരി പുച്ഛഭാവത്തിൽ നിന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അയാളെ മാറ്റണം, മാറ്റി ഞാൻ പറയുന്ന ആളെ വേണ്ട, നിങ്ങൾ ആരെ വേണമെങ്കിലും വെച്ചോ, അയാളെ മാറ്റണം. കാരണം വ്യക്തമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം. അപ്പോൾ സമ്മതിക്കില്ല. അപ്പോൾ വാശി നേതാക്കന്മാർക്ക്, അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാണ്, അവർ പറഞ്ഞ ആളെ നമ്മൾ തട്ടണമെന്നല്ല. അങ്ങനെ ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞ കേട്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും എന്നെ ഇട്ടിട്ട് അവർ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാനൊരു 2.5 കൊല്ലം എടുത്ത തീരുമാനം ഇപ്പം ഞാൻ നടപ്പിലാക്കാമെന്ന്. ഞാൻ പാർട്ടിയിൽ നിന്ന് പോവാന്നുള്ള തീരുമാനം എടുത്തിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ അങ്ങനെ പോണേ, എനിക്ക് അത്യാവശ്യം അങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള ആളാണ്.
ആ പാർട്ടിയിൽ എൻ്റെ സഹോദരനുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ കഴിവുകളൊന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എവിടെയെങ്കിലും വെച്ച് വഴിക്ക് വെച്ച് ഞാൻ എൻ്റെ കുറച്ച് മനസ്സിലൊരു സഹോദര സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഓരോ ഭാഗം ഞാനൊരു ചവിട് പിന്നിലേക്ക് വയ്ക്കും. ഇതാ ഞാൻ പറഞ്ഞു വേറെ പാർട്ടി പോയാൽ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. രണ്ടുപേരും രണ്ട് പാർട്ടിയിൽ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജോലി എടുക്കാം. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, എനിക്ക് പണ്ടിങ്ങനെ മോദിയുടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഏതിൽ പോകണം എന്ത് പോകണം എന്നൊരു ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ തീരുമാനമെടുത്തത്. ഒരു രാത്രി കൊണ്ട്. എൻ്റെ ഭർത്താവിന് പോലും സത്യം പറഞ്ഞാൽ ഭർത്താവിനോട് ആ സമയത്ത് ഞാൻ പറഞ്ഞു എന്നല്ലാണ്ട് എൻ്റെ തീരുമാനത്തിൽ ആരുമല്ല, ഞാൻ തന്നെയാണ് തീരുമാനം എടുത്തത്. അത് കഴിഞ്ഞ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെ വാഗ്ദാനം. ഞാൻ ഒരു വാഗ്ദാനത്തെ എനിക്ക് മനസ്സമാനമായിട്ട് ജീവിക്കണം എന്നേ ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് എനിക്ക് സ്ഥാനമൊന്നും കിട്ടാണ്ടല്ല ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ജനിച്ചു വീണത് കെ കരുണാകരൻ്റെ MLA മകളായിട്ടാണ്. വെറും കെ കരുണാകരൻ്റെ അല്ല, അദ്ദേഹം അന്നേ MLA. പിന്നെ 4-5 വയസ്സായപ്പോൾ ആഭ്യന്തരമന്ത്രി, 4 പ്രാവശ്യം മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, MP ഇതൊക്കെ കണ്ട ആളാണ് ഞാൻ. അപ്പോൾ ഈ അധികാരങ്ങൾക്കൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്കറിയാം. കാരണം ഒരു മുകളിലേക്ക് പോയാൽ അതേ സ്പീഡിൽ താഴെ വരുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അതും ഞങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് ഈ ഉയർന്നു പോകുന്നൊന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. ഭഗവാൻ ഇതിൻ്റെ പിന്നാലെ ഒരു താഴ്ച എന്തായാലും വരും. ആ വീഴൽ ഭയങ്കര വീഴലായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതിനോടൊന്നും എനിക്ക് അത്ര വലിയ, പക്ഷേ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടം. അങ്ങനത്തെ പണികൾ, ഈ ആൾക്കാരോട് സംസാരിക്കാൻ പോകല്, ഇതൊക്കെ അച്ഛനെ എന്നെ ഏൽപ്പിച്ചിരുന്ന പല കാര്യം. അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ വയ്യ. പിന്നെ ഇഷ്ടപ്പെട്ട പാർട്ടി എനിക്ക് തോന്നിയത് BJP ആണ്. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയോടെന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ട് വളർന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അന്ന് തൊട്ടേ അതുകൊണ്ട് ചെറിയ അനുഭവങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, അന്ന് തൃശ്ശൂർ മുണ്ടശ്ശേരി മാഷ ജയിക്കുക. മുണ്ടശ്ശേരി മാഷ ജയിക്കുമ്പോൾ അച്ഛനന്ന് മാളയിലായിരിക്കും. ഞാനും ചേട്ടനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. മാർക്സിസ്റ്റുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ റോട്ടിൽ വന്നിട്ട് പടകം പൊട്ടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എറിഞ്ഞ് അപ്പം ഞാനൊക്കെ ഡൈനിങ് റൂം അടിയിൽ പോയിരിക്കും പേടിച്ചിട്ട്. കാരണം ഗ്ലാസ്സൊക്കെ പൊട്ടും. പറയുമ്പോൾ തലേ ദിവസം വരെ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്ന ആൾക്കാരാണ് ഈ എറിയണമൊക്കെ. അത് എനിക്കറിയാം, ലഹരിയുടെ പുറത്ത് ചെയ്യണം. പിറ്റേ ദിവസം വന്ന് കരയുകയും ചെയ്യും നമ്മുടെ അവിടെ വന്നിട്ട്. അപ്പോൾ ഈ പാർട്ടി ഇങ്ങനെയാണ് എന്നൊരു തോന്നൽ കുട്ടിക്കാലത്തുള്ളിൽ വന്നതാണ്. അപ്പം അങ്ങനെ അതിലേക്ക് എന്തായാലും ഞാനില്ല. ആക്രമണോത്സവം ഉണ്ടെന്ന് അന്നേ എനിക്ക്, കാരണം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ആരും പറഞ്ഞ കാര്യമൊന്നുമല്ല. ഞാൻ ആരും പറഞ്ഞ കാര്യം ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം. അപ്പോൾ അത് എൻ്റെ മനസ്സിലേ പോയില്ല. അതുകൊണ്ട് പക്ഷെ പിന്നെ BJP എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരടുത്തറിഞ്ഞപ്പോൾ അവർക്ക് പൊതുവെ അങ്ങനെ ഒരു വർഗീയതയോ, അങ്ങനെയാണെന്ന് വെച്ചാൽ വർഗീയത ഏറ്റവും കളിക്കുന്ന ഇപ്പോൾ കോൺഗ്രസ്സാണ്. അവരിപ്പോൾ ഒരു വിഭാഗം ആൾക്കാരെ മാത്രം പിടിച്ച് കൊണ്ടുപോകണ രാഷ്ട്രീയം. ഇപ്പം നമ്മൾ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയത ഇത് കാണാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ജീവിക്കണമെങ്കിൽ അവർ വേണം. അപ്പോൾ അവരെ പറഞ്ഞ് തെറ്റിപ്പിച്ച് ഇപ്പോൾ എന്താ പറയണ്ട, എല്ലാ ദിക്കിലും അവരെ കൊണ്ടൊക്കെയല്ലേ BJP ജയിക്കണത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങ് വെറുപ്പിച്ച് വെച്ചിരിക്കുക. ഇപ്പം എൻ്റെ തന്നെ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടാ എൻ്റെ അമ്മ കുഴിയിൽ നിന്ന് ഇറങ്ങി വന്ന് തല്ലുവരെ ആ രീതിയിലുള്ള കമൻസ് ഒക്കെയാണ് പറയുക. അത് ചില മതവിഭാഗങ്ങളാണ് അത് ചെയ്യണത്. അവർക്കുള്ളൊരു എന്താ പ്രശ്നം എന്ന് ഞാൻ നോക്കിയിട്ട്, പലരും ഗൾഫിലൊക്കെ ജോലിയുള്ള ആൾക്കാരാണ്. അവർക്ക് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മളെ ചീത്ത വിളിക്കുക, ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. ആ സുഖം കിട്ടിക്കോട്ടെ എന്ന് ഞാനും വിചാരിക്കും. അതിനൊന്നും കമൻറ്റ് പറയാൻ പോകാറില്ല ഞാൻ. അവരൊക്കെ വിചാരം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വേദനിക്കും എന്നാണ്. അതിനേക്കാൾ എത്രയോ വേദനകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിയത്.